ക്യാൻസറിന്റെ സൗഖ്യം നിങ്ങൾ കേട്ടില്ലേ? അച്ഛൻ അത് ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ആ സാക്ഷ്യം അതിനേക്കാൾ ടോപ്പാണ് ആ സാക്ഷ്യം. അതേ വൈദ്യശാസ്ത്രം ഏറെക്കുറെ അത് ഉപേക്ഷിച്ചൊരു കേസാണത്. അതെങ്ങനെ രക്ഷപ്പെട്ടത്? കർത്താവിൻ്റെ കുരിശിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവന്ന് അവിടെ ക്യാൻസർ വയറെ കൈവച്ചിട്ട്, ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. 32 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിന്നെ യേശുനാമത്തിൽ സുഖപ്പെടുത്തണമെന്ന് പറയും. ആ സൗഖ്യം ഇവിടുന്ന് വന്നതാണ്, കർത്താവിൽ നിന്ന് വന്ന സൗഖ്യമാണ്. യേശുക്രിസ്തു നിൻ്റെ ക്യാൻസറിനും മുകളിലാണ്, നിൻ്റെ ആയുസ്സിനും മുകളിലാണ്. ഓരോരോ കാലഘട്ടത്തിലും മനുഷ്യരാശി അനുഭവിക്കുന്ന എല്ലാ ഭൗതിക ആധ്യാത്മിക പരാധീനതകളുടെയും അവസാനത്തെ ഉത്തരമാണ് ഈശോ കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ഉടനെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കെന്നാ ഇങ്ങനെ പറ്റിയത്, ഇങ്ങനെ മാനുഷികമായിട്ടല്ല വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. പത്രോസ് കർത്താവിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. എന്താണ്? മീനില്ലാത്ത കടലിൽ കർത്താവ് വല നിറച്ച് മീൻ കൊടുത്തപ്പോൾ പത്രോസ് എന്നാ ചെയ്തത്? മീൻ കിട്ടാതെ അലഞ്ഞു നടന്ന കടലിൽ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു അല്ലേ? അത് നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെ മറന്നു പോകരുത് കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? കടലിൽ വല നിറച്ച് മീനില്ലാത്ത കടലിൽ രാത്രിയും പകലും പണിപ്പെട്ടിട്ട് മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കി കൊടുത്തപ്പോൾ പത്രോസ് ചെയ്ത് എന്താ? മറ്റു വള്ളക്കാരെ ഗതി കിട്ടാതെ അലഞ്ഞു നടന്നവരെ, അവരെപ്പോലെ പണി കിട്ടാതെ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു, അവരുടെ വള്ളങ്ങളെല്ലാം നിറച്ചു കൊടുത്തു. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ പറയും, കർത്താവേ എൻ്റെ വള്ളം നിറച്ചാൽ എൻ്റെ കണ്ണിൽപ്പെടുന്ന കാലിയായ വള്ളങ്ങളെയെല്ലാം നിൻ്റെ നാമത്തെ ഞാൻ നിറക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്ത് സംഭവം ഉണ്ടായാലും ഉടമ്പടി വചനമായിരിക്കണം ഉടമ്പടി ചെയ്തവരുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിക്കണം. കർത്താവ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വലയിറക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവന് രക്ഷയുടെ വഴികളും അവൻ ഭൗതികമായി രക്ഷപ്പെടാനും ഇന്നത്തെ കണ്ണീരിൽ നിന്നും രോഗത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും പറ്റണ പോലെയൊക്കെ കർത്താവേ നീ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്നാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങളെ നിലവിലുള്ള ധാരണകളെക്കാൾ ഉന്നതരായ ദൈവപൈതലാക്കി മാറ്റിയിരിക്കും. കാര്യം ഉടമ്പടി നിത്യതയിൽ ചെന്ന് എത്തുന്ന പ്രാർത്ഥനയാണത്. പത്രോസിന് പറ്റിയ മാതൃകയാണ്. അനുഗ്രഹം പകർച്ച കൊടുക്കണ മനുഷ്യൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണ മനുഷ്യൻ, അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടി, ഇല്ലാത്തവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പങ്കുവെക്കണ മനുഷ്യനാണ്. അല്ലാതെ അവിടെ മുമ്പിൽ ഞാൻ കേമനായല്ലോ കേമിയായെന്ന് ധരിച്ചാൽ നിൻ്റെ അനുഗ്രഹം പിശാചിലും നീ കൈപ്പറ്റിയ പോലെ ഇരിക്കും. നീ UK പോയി, കാനഡയിൽ പോയി, നീ വലിയ വീടുകൾ വെച്ച് കേരളം ഇന്നൊരു വലിയ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾ താമസമില്ലാത്ത വീടുകൾ, പല വീടുകളിൽ നിന്നൊക്കെ
ഈ ആൾക്കാർ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലേ? ഭൂമി കുലുക്കം ഉണ്ടായിരുന്ന വീടുകളിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ചില ജില്ലകളിൽ ചെന്നാൽ കാണും ഭൂമി കുലുക്കം ഉണ്ടായ പോലെ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുക. 2-3 ബംഗ്ലാവ് പോലൊക്കെ വെച്ചിട്ടിട്ടുണ്ട്, ആരും താമസമില്ല, ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുക. ഇനി വരുമോ എന്ന് ഉറപ്പുമില്ല. വളരെ പ്രായമുള്ള 4-5 വല്യപ്പന്മാരോ അമ്മച്ചിമാരൊക്കെ എവിടെയെങ്കിലും അവിടെ അനക്കമായിട്ടൊക്കെ ഇരിക്കും. അതിന് അത്രേ ഉള്ളൂ. അവരും കുറച്ച് തീരുമ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കേരളം ആൾക്കാരൊഴിഞ്ഞുപോയ ബംഗ്ലാവുകളുടെ ശവപ്പറമ്പായി മാറുന്നു. കയറിപ്പോണ ആൾക്കാരൊക്കെ ഇല്ലാത്തവരൊന്ന് ഓർത്തേക്കണേ. സുധികട ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 6, 7, 8 വചനങ്ങളാണ് നമ്മളിപ്പോൾ ഉടമ്പടി പ്രകാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ വചനം എന്താ? ലൂക്ക 5:8. അവൻ കർത്താവിൻ്റെ പാദാന്തികത്തിലേക്ക് കമഴ്ന്ന് വീണു എന്നാണ് പറയണത്. ഈ എന്താ കാര്യം? അവനും കൂട്ടുകാരും തങ്ങൾ പിടിച്ച മത്സ്യത്തിൻ്റെ പെരുപ്പത്തെ ഓർത്ത് അതിശയിച്ചു, അത്ഭുതപ്പെട്ടു എന്നാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം കമഴ്ന്ന് വീഴണം. അതാണ് പത്രോസ് പഠിപ്പിച്ചത് നമ്മളെ. നിന്റെ ജീവിതത്തിൽ അടയാളം കണ്ടാൽ ദൈവവേദനെ നീ കമഴ്ന്ന് വീഴണം. കമഴ്ന്ന് വീഴുന്നതിൻ്റെ ഗുണമെന്താണെന്ന് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. എന്താണ്? ഞാൻ കർത്താവിൻ്റെ ശക്തനായ കരങ്ങൾക്ക് കീഴെയാണ് കമഴ്ന്ന് വീണതെന്ന്. ഞാൻ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാണ് കണ്ടത്. 1 പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നീ എളിമപ്പെട്ട് നിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുന്തോറും അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. എന്താണ്? എളിമയാണ് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ കമഴ്ന്ന് വീണത്? വീണ്ടും പത്രോസ് പറയും 1 പത്രോസ് 5:5. ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞത് എന്താണ്? കർത്താവ്, ഞാൻ അയോഗ്യനാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ അയോഗ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? നിന്റെ വിശുദ്ധി ശക്തിയും ഉൾക്കൊള്ളാനുള്ള അത് എൻ്റെ കഴിവിനേക്കാൾ അപാരമാണ് നീ. അവൻ ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. ദൈവസ്നേഹം മാത്രമല്ല, ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. അവൻ കവിഴ്ന്ന് വീണു. അതാ 1 പത്രോസ് 5:5. എന്തുകൊണ്ടാണ്? ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യം എന്താണ്? കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ മനുഷ്യാവസ്ഥ അനുഗ്രഹം എന്ത് ചെയ്യും? സെമിത്തേരി കൊണ്ടല്ല അനുഗ്രഹം തീരും. പണം കിട്ടിയാലും ജോലി കിട്ടിയാലും പെണ്ണ് കെട്ടിയാലും പുരുഷനെ കണ്ട് കല്യാണം കഴിച്ചാലും വീട് വെച്ചാലും എല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും ഇല്ലേ? അപ്പം അനുഗ്രഹത്തിൻ്റെ ഒരു അറുതിയുണ്ട്, അനുഗ്രഹത്തിൻ്റെ ഒരു അറ്റമുണ്ട്. ഭൗതിക വാട്ട് ഈസ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണ് എല്ലാ അതിശയങ്ങളും അത്ഭുതങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം ഒരു അറുതിയുണ്ട്. സെമിത്തേരിയാണ് അതിൻ്റെ മാക്സിമം അറ്റമെന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹത്തിൻ്റെ അറ്റം നിശ്ചയിച്ചിരിക്കണം എവിടെയാ? സെമിത്തേരിയാ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും പിന്നെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? അറ്റവും അറുതിയുമില്ലാതെ കൃപയാണ്. എന്താ കാര്യം? കൃപയാണ് അനുഗ്രഹത്തിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നത്. എന്താ?
കൃപയാണ്. കൃപയും അനുഗ്രഹം ഒന്നല്ല. ബ്ലെസ്സിങ്സ് ആർ ദി ഇഫക്ട്സ് ഓഫ് ഗ്രേസ്. കൃപയുടെ ഫലങ്ങളാണ് നമുക്ക് അനുഗ്രഹങ്ങളായി, ഭൗതിക ആനുകൂല്യങ്ങളായി ലഭിക്കുന്നത്. അപ്പം നീ ഉടമ്പടി നിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തണില്ല. നിന്നെ നീ ഭൗതിക ആനുകൂല്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൃപയാണ്. ഈ സ്ഥാപനത്തിന് കൃപാസനം എന്ന പേര് കൊടുത്തത് 89-ലാണ്. അന്ന് ഓർത്തിലെ കർത്താവ്. പിന്നെ വാഗ്ദാന പേടകവും പിന്നെ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. ഇതൊന്നും ചിന്തിച്ചും ആലോചിച്ചും ചെയ്തതല്ല. കർത്താവ് റെഡിമെയ്ഡായിട്ട് വെളിപ്പെടുത്തി തന്നതുപോലെ കിട്ടിയതാണ്. അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയിൽ നീ അനുഗ്രഹം പ്രാപിച്ച് കഴിയുമ്പോൾ ദൈവവേദന നീ കമിഴ്ന്ന് വീഴണം. എന്നിട്ട് പറയണം, കർത്താവ് ഞാൻ യോഗ്യനല്ലാത്തവനാണ് എന്ന് പറയണം. എളിമപ്പെടണം, വിനയപ്പെടണം. പത്രോസ് എന്തുകൊണ്ടാണ് കമന്ന് വീഴുന്നതെന്ന് പത്രോസ് തന്നെ പിന്നീട് പറയണത് അവൻ്റെ ലേഖനത്തിലാണ്. 1 പത്രോസ് 5:5 1 പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിൽക്കുന്നവരെ വിനയപ്പെടാതെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിത്യത വരെ വിശുദ്ധ പത്രോസിനെ പോലെ വിനയത്തോടെ നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രമിക്കുവാണ്. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കരിങ്കുന്നം വടക്കുംമുറി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 2-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. 2022 ഉടമ്പടി എടുത്ത് പോയി 3 മാസം നല്ലപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം ഞാനങ്ങ് ഉഴപ്പി. എനിക്ക് കാര്യമായ ഒരു ഇതൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ ഉഴപ്പി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഒരു ഫോണുണ്ടെങ്കിൽ ആ വലിയ ഫോണായതുകൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 6 മാസം കഴിയുമ്പോൾ ഞാനൊരു കൊച്ചിനോട് പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യൻ ഗാനങ്ങളൊക്കെ എനിക്കിഷ്ടം, അച്ഛൻ്റെ ആരാധന, എനിക്കിതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ്, ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കൃപാസനത്തിൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പം 3 സാക്ഷ്യങ്ങൾ കേട്ടു. അത് 3 സാക്ഷ്യത്തിലും 4 സാക്ഷ്യം കേട്ടു. 3 സാക്ഷ്യം നോൺ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നു, 1 സാക്ഷ്യം ക്രിസ്ത്യൻസിൻ്റെ. അപ്പം ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എന്നെ ഈശോ ഒരു മാമോദിസ മുഖ്യ ഒരു ക്രിസ്ത്യാനിയാക്കിയിട്ട് പോലും എനിക്ക് ഇത്രയുള്ള ഒരു തീഷ്ണതയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് വന്നത് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞ്, ഇനി നമ്മൾ ഇതെല്ലാം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ആരാധന കൂടിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒരു കാര്യവും ഇല്ല, ചൊല്ലിയിട്ടൊന്നും. നമ്മുടെ ജോസഫ് അച്ഛൻ പറയും, കണ്ടിട്ടും കേട്ടിട്ടും ചൊല്ലിയിട്ടും ഒന്നും ഒരു പ്രയോജനം ഇല്ലയെന്ന് അച്ഛൻ പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പ്രയോജനം ഇല്ല. അടുത്ത ദിവസം തന്നെ നമുക്ക് ഉടമ്പടി പോയി പുതുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി ഞങ്ങൾ തീക്ഷ്ണമായിട്ട് എല്ലാ പ്രാർത്ഥനയിലെല്ലാം ഉൾക്കൊണ്ടു. അതിനുശേഷം ആസനത്തിൽ പോയി ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് 2016 ഒരു നടുവേദന വന്നു. ഞാനൊരു നേഴ്സാണ്, പക്ഷേ എല്ലാവർക്കും അറിയാൻ നേഴ്സാണെങ്കിൽ L1 L2 L3 L4 C4 C5 അതുപോലെ തന്നെ ആ കോക്കിസ് മുഴുവൻ വളഞ്ഞും എല്ലാം ഞരമ്പെല്ലാം പ്രസ് ചെയ്ത് കാലിന് വേദന, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയെല്ലാം ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ എന്നോട് അനിയത്തി പറഞ്ഞു, ഇങ്ങനെ ഒരു റാലിക്ക് പോകുന്നുണ്ട് 2022. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ വീണ് പോയാൽ എനിക്കൊരു 10 മിനിറ്റ് പോലും, ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും, പക്ഷേ വണ്ടിക്കേ പോവുള്ളൂ, 10 മിനിറ്റ് പോലും എനിക്ക് നടക്കാൻ മേല, എൻ്റെ കാലിന് അന്നേരത്തേക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ 2023 ഈ സാക്ഷ്യങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഞാൻ എന്ത് വന്നാലും വേണ്ടിയില്ല, 2023
ഞാൻ ഈ റാലിക്ക് പോയിട്ടേ ഉള്ളെന്ന് വിചാരിച്ച് ഞാൻ റാലിക്ക് നടന്നു. എന്താണെന്ന് പറയത്തില്ല, മാതാവ് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ പോലെയാണ്. ഞങ്ങളുടെ കൂടെ പോകുന്നവരെല്ലാവരും പറഞ്ഞ് ചേച്ചി പയ്യെ വന്നാൽ മതി. കാരണം എൻ്റെ കണ്ടീഷൻ അവർക്കറിയാം, എനിക്ക് ഒട്ടും നടക്കത്തില്ലാത്തെന്ന് പറഞ്ഞു. എന്നെ മാതാവ് വലിച്ചു പറഞ്ഞല്ലോ, അവരെക്കാളും മുമ്പിലാണ് ഞാൻ ആദ്യം പള്ളിയിൽ ചെന്നു. അതോടുകൂടി ഞാൻ തിരിച്ചു വന്നു. എനിക്കൊരു ശകലം പോലും വേദനയില്ല. മാതാവിൻ്റെ തൈലം ഞാൻ കുരിശ് വരച്ചെന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ എന്തോരം സമയം നിൽക്കുന്നതിനോ നടക്കുന്നതിനോ മുട്ടുകുത്തുന്നതിനോ ഇവിടെ വന്ന് നിന്നാൽ എനിക്ക് മുട്ടുകുത്താൻ മേലെ നിൽക്കാൻ വേണ്ടി കസേര മാത്രമേ ഇരിക്കാവുന്നതായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ എന്തോരം സമയം ഇവിടെ നിന്നു. എനിക്ക് കാണുന്നൊരു മരപ്പില്ല, നടുവിന് വേദനയില്ല, നീർക്കെട്ടില്ല, മുട്ടുകുത്ത് എന്തോരം വേണമെങ്കിലും നിൽക്കാം. അതുപോലെ തന്നെ എനിക്ക് കുനിഞ്ഞ് ഒരു സാധനം താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മുട്ടുകുത്താതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, നേരെ നടുവ് വളച്ച് എനിക്ക് നന്നായിട്ട് എനിക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് മാതാവ് വലിയൊരു കൃപ എനിക്കതിന് തന്നു. മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തേത്, ഞങ്ങൾക്ക് ഒരു 5 വർഷമായിട്ട് ഒരു വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഷെയർ തന്നതാണ്. ആ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ നടന്നു. ആ നടന്ന അവസാനം ഒരാൾ എഗ്രിമെൻ്റൊക്കെ എഴുതി. ആ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാൾ 4 മാസത്തേക്കാണ് പറഞ്ഞിരുന്നത്. 4 മാസം കഴിഞ്ഞു. പിന്നെ ഓരോ മാസം ഇങ്ങനെ നീട്ടി 1 വർഷം ആയി. ആ 1 വർഷം ആകുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഇയാളുടെ ഒരു വിവരവും ഇല്ല. 1 വർഷം ഇനി അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉച്ചയായപ്പോൾ ഇരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന നീലത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് 1 വർഷമായല്ലോ, ഇനി എന്താ ഇത് ചെയ്യുന്നത്? കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടിപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഡയറി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, സ്ഥല വിൽപ്പനക്കാരുടെ. ഞാൻ വേഗം അത് തന്നെ ആ ഡയറി നോക്കിയപ്പോൾ അയാളുടെ നമ്പർ കണ്ടു. അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 5 ദിവസത്തിനകം എനിക്ക് സ്ഥലം കച്ചവടം ആക്കി തന്നു. ഞാൻ അതിൻ്റെ ഒരു വിഹിത അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഈ കയ്യുടെ വേദന എനിക്ക് ഒരു 2 വർഷമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദനയാണ്. എവിടെയെല്ലാം കൊണ്ടുവന്നിട്ടും കൈ ഉറങ്ങാൻ മേല, പല്ല് തേക്കാൻ മേല, ബ്രഷ് ചെയ്യാൻ മേല, മുടി ചെയ്യാൻ മേല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വേദന. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു കാര്യമില്ല, ഒരു ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ തന്നു വിട്ടു. അത് ഞാൻ പറഞ്ഞു ഇത് പറ്റിയല്ല, ഒരു 2-3 ആഴ്ച 1 മാസത്തോളം നിന്നിട്ട് എനിക്ക് ഒട്ടും വേദന. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു MRI ചെയ്തു, കാരണം എനിക്ക് നേഴ്സ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു MRI ചെയ്തു ഡോക്ടറെ എന്ന് പറഞ്ഞു. MRI ചെയ്തപ്പോഴാണ് ഈ കയ്യുടെ തോളിൻ്റെ അവിടെ തൊട്ട് മുട്ടിൻ്റെ അവിടെ വരെയുള്ള മസിൽ മുഴുവൻ കീറിക്കിടക്കുക. പിന്നെ എങ്ങനെ വേദന ഇല്ലാതിരിക്കും? അതിനകത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു. പിന്നെ ഇവിടെ ടെൻഡൻ വീക്ക്നെസ്. ഡോക്ടർ പറഞ്ഞു റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. 2.5 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതിഞ്ഞ് പോന്നു. വേറൊരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ചു. ഡോക്ടർ ഞാൻ ഇതെല്ലാം അയച്ചു കൊടുക്കുകയായിരുന്നു എറണാകുളത്ത്. അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് 1 മാസം ഞാൻ മരുന്ന് കഴിച്ചു. മാതാവിൻ്റെ തൈലോ ഉപ്പ് കഴിച്ചില്ലായിരുന്നു. തൈലം കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എന്നും തേക്കുന്നുണ്ടായിരുന്നു കൈക്ക് വേദനയ്ക്ക്. പക്ഷെ അതൊന്നും കുറഞ്ഞില്ല. അവസാനം ഞാൻ 1 മാസം കഴിച്ചിട്ട് എന്നോട് എൻ്റെ നേഴ്സിങ്ങിന് പഠിച്ച ഒരു സിസ്റ്റർ പറഞ്ഞു, ചേർത്തല ഒരു നാച്ചുറോപ്പതി ഉണ്ട്, ഇങ്ങോട്ട് വാ ത്രേസ്യാമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിവിടെ മരുന്നൊന്ന് കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം വൈകിട്ട്, രാവിലെ വൈകിട്ടും കഷായമുണ്ട്, അപ്പോൾ കഷായത്തിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാലോ എന്നോർത്തോണ്ട് ഞാൻ വൈകിട്ട് ഇരുന്ന് ഒരു ശകലം ഉപ്പിട്ടിട്ട് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്കൊരു ശകലം വ്യത്യാസം. പിന്നെ ഞാൻ രാവിലെ വൈകിട്ടും ആ കഷായം 2 നേരവും ഉപ്പിട്ട് കഴിക്കാൻ തുടങ്ങി. എൻ്റെ വേദന ഒരു 3 ദിവസത്തിനകം കുറഞ്ഞു. മാതാവിനും ഈശോ അപ്പച്ചനും എനിക്ക് ഒരു കോടാനുകോടി നന്ദിയല്ല പറയേണ്ട. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനൊരു വിധവയാണ്. എല്ലാ കാര്യവും നോക്കേണ്ടതും അയലക്കാരുടെ കാര്യവും മേലാത്തവരുടെ കാര്യവും വയസ്സ് എന്നവരുടെ കാര്യവും ഒക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഞങ്ങളുടെ ആ ഏരിയയിൽ എൻ്റെ ഈ വണ്ടി പോലും എനിക്ക് ഓടിക്കത്തില്ലായിരുന്നു. വലത് കൈക്കാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഈ കൈക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല. എന്തോരം വെയിറ്റ് വേണേലും പൊക്കാം, എന്ത് വേണേലും ഇപ്പോൾ ചെയ്യാം. കാരണം എനിക്ക് കിടന്നുറങ്ങിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു. എൻ്റെ യേശു അപ്പച്ചനും മാതാവിനും ഒരു കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ ഒരു 5 വർഷമായിട്ട് ഈ എല്ലാ അനാഥമന്ദിരത്തിൽ നിന്നും പൈസ കളക്ട് ചെയ്യാനായിട്ട് വരും വീട്ടിൽ. അത് കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ എല്ലാ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഇവർക്കെല്ലാം ഞാൻ പൈസ കൊടുക്കും. എൻ്റെ മുമ്പിൽ വന്ന് ആര് വന്നാലും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു വീട്ടിലെ ഒരു കൊച്ചിന്, ഒരമ്മച്ചിക്ക് നടുവേദനയായിട്ടേക്ക് ബാത്റൂം
ബാത്റൂമോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാനൊരു 18 ദിവസം അവരെ ഞാൻ ശുശ്രൂഷിച്ചു. അവർക്ക് ഒരു വാടക വീട് കിട്ടി, മറ്റേ ക്ലോസറ്റ് വേണമായിരുന്നു. അങ്ങനെ അവരെ ശുശ്രൂഷിച്ചു. ഇപ്പം എനിക്കൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി മകനെ ഇറക്കി വിട്ടതാണ്. ആ അമ്മച്ചി 73 വയസ്സുണ്ട്. ആ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്ന, ആശുപത്രിയിൽ പോകും, അമ്മച്ചിക്ക് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ആ ഏരിയയിൽ എല്ലാവർക്കും തന്നെ ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അനാഥ മന്ദിരത്തിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ അനാഥ മന്ദിരത്തിൽ പോയി 25 നൈറ്റുകളൊക്കെ മേടിച്ചു കൊടുത്തു. മിക്കവാറും എല്ലാ 2 മാസം കൂടുമ്പോഴും അനാഥ മന്ദിരം സന്ദർശിക്കും. അവർക്കൊരു ചെറിയ തുക കൊടുക്കും, ഭക്ഷണം മേടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ പത്രം എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു മടിയില്ലായിരുന്നു പത്രം കൊടുക്കാൻ. പള്ളിയിൽ ആദ്യം കൊടുക്കും, പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചെറിയതല്ലേ, അപ്പം ഞാൻ വേറെ പള്ളികളിലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ്, ഓട്ടോറിക്ഷ, ഞാൻ കൂടുതലും കൊടുക്കുന്നത്. പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ കൊടുത്താൽ പറ്റിയാൽ ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ യുവജനങ്ങളാണ് ഏറ്റവും പുറകോട്ട്. അപ്പം ഞാൻ എന്നെ ചെയ്തു, ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത്, കോളേജുകൾ വിടുന്ന സമയത്ത് ഞാൻ പോകും, പാലായി പോകും, ഈരാട്ടുപേട്ടയിൽ പോകും, അവിടെ എല്ലാ കോളേജും, തൊടുപുഴയ്ക്ക് പോകും, അവിടെ എല്ലാം പോയിട്ട് കോളേജിൽ പിള്ളേർക്ക് കൊടുക്കും. ഒരു 15 യുവജനങ്ങൾക്ക് കൊടുത്താൽ നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ സമയം പോകും. ചിലർ മേടിക്കുകയല്ല, ചിലർ മേടിച്ച് ഞാനിതെല്ലാം നിങ്ങൾ ബാഗ് വെച്ചോളെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് യുവജനങ്ങൾക്ക് ഒരു 15 പേർക്ക് കൊടുത്താൽ ഒരു 8 പേരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ 2 പ്രാവശ്യവും പത്രം ഇങ്ങനെ താഴെ കിടന്നു. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മഴ നനഞ്ഞെല്ലാം കിടക്കുമായിരുന്നു. എൻ്റെ മാതാവേ സോറി എന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ പാലായിൽ അങ്ങനെ ഉള്ളിടത്തെല്ലാം കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ മുതലക്കടമ്പള്ളി ചെന്നപ്പോൾ അവിടെ 2024 പത്രം അവിടെ കിടക്കുന്നു. അവർ 2-3 പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോയി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ 2000 അതാരും മേടിക്കല്ലേ ചേച്ചി, എടുക്കണ്ടെന്ന് പറഞ്ഞതിനോട്. ഞാൻ പറഞ്ഞു സാരമില്ല, ഈ 24 പത്രമാണേലും ഏത് പത്രമാണേലും നമ്മൾ അറിയില്ലാത്ത ആൾക്കാർക്ക്, ഈ മാതാവിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈരാട്ടുപേട്ട, പാല ഇവിടെയെല്ലാം കൊണ്ടുപോയി ഞാൻ ആ പത്രങ്ങളെല്ലാം നിമിഷങ്ങൾക്കകം ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് കാണാതെ പോയി. ഒരു ചൊവ്വാഴ്ചയായിരുന്നു. എന്നിട്ട് ഞാൻ അത് കരഞ്ഞ് പിഴിഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് നടന്നു. കരികിലൊക്കെ മുറ്റത്തടിച്ചെല്ലാം കൂട്ടി തീയിട്ടപ്പോൾ ഞാൻ ചാരമൊക്കെ തോണ്ടി ഒക്കെ നോക്കി. എൻ്റെ മാതാവ് പോയി. അപ്പോൾ എൻ്റെ മാതാവ് കത്തിപ്പോയി കാണിയല്ല, നീലയായിട്ടിരിക്കും എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടി ഞാനതെല്ലാം നോക്കി. പക്ഷേ കിട്ടിയില്ല. ഞാൻ പറമ്പ് മുഴുവൻ നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ വൈകുന്നേരം കുളിക്കാൻ നേരത്തെ ഇപ്പം എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ്, ഞാൻ പറമ്പിലെല്ലാം പോയതാണ്, പക്ഷേ മാതാവ് പിന്നെ കുത്തിയായിരുന്നു, പിന്നെ ഇതേ ഇരിപ്പുണ്ട്, ലോക്കറ്റ് കാണുന്നില്ല. അവസാനം മാതാവ് ഞാൻ കുളിക്കാനായിട്ട് കയറി, ഇന്നറിനകത്ത് എവിടെയോ ഇരിക്കുമായിരുന്നു. എന്നാലും മാതാവ് എന്നെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് മാതാവ് എന്നെ നിൻ്റെ കൂടെ എന്താ ഞാൻ എന്നുള്ള രീതിയിൽ മാതാവ് വന്ന് എന്നെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ വേറെ ദിവസവും ഈ 2 മാസം മുമ്പ് ഞാൻ ഈ സാരി പള്ളിയിൽ പോകുമ്പോൾ, ഇപ്പം എനിക്ക് നടന്നു പോകാം പള്ളിയിൽ, കാരണം നടുവേനയും കാലുവേനയും ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ നടക്കാമെന്ന് വിചാരിച്ച് വണ്ടി കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ ഈ സാരിയുടെ ഇവിടെ കുത്തിയിട്ട്, ഫ്ലീറ്റിൻ്റെ അവിടെ കുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് മാതാവിനെ. അപ്പോൾ ഒരു ദിവസം വന്ന് സാരി മടക്കാൻ നോക്കുമ്പോൾ പിന്നെ ഇരിപ്പിട്ട് മാതാവിനെ കാണില്ല. അപ്പോഴും ഞാൻ കരഞ്ഞു, എല്ലാവരോടും കരഞ്ഞ് വിളിച്ചു പറയും എൻ്റെ മാതാവിനെ കണ്ടില്ലെന്ന്. അങ്ങനെ ഞാൻ നോക്കുമ്പം മാതാവ് സാരി, അപ്പം ഞാൻ നടന്നു വന്നിട്ട് അതിൻ്റെ കൊളുത്തൊടിഞ്ഞു പോയതായിരുന്നു. അപ്പം ഞാൻ അവിടം വരെ നടന്നു വന്നിട്ട് പോലും ആ മാതാവിനെ പോകാതെ, വഴിയിലെങ്ങും പോകാതെ വീട് വരെ എന്നെ സംരക്ഷിച്ചു മാതാവ്. എന്നിട്ട് ഞാൻ അവസാനം ഇവിടെ വന്ന് മാതാവിൻ്റെ കാശിരവും മാറി മേടിച്ചു. ഞാൻ എപ്പോൾ പോയാലും ഈ മാതാവിൻ്റെ കാശിരവും കുത്തിക്കൊണ്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ ഈ കൃപാസനം എന്ന് പറയുന്നത് നമ്മുടെ അത്ഭുതങ്ങളുടെ വിളനിലയാണ്. ഇവിടെ വിളനില ഏതൊരു വന്നാലും ഇവിടെ നമുക്ക് അത്ഭുതങ്ങളും കൃപകളും. അത് തന്നെ അതുപോലെ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ തന്നെ, വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ നമ്മളെങ്ങനെ കുടിക്കുന്നുവോ അതുപോലെ ഏത് വ്യക്തി ഇവിടെ വന്നാലും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് അച്ഛൻ്റെ ടോക്കും ഇതെല്ലാം കേട്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ നിത്യത്തിലേക്ക് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ 62 വയസ്സായി. ഞാൻ പറയുന്നത് എല്ലാവരോടും ഞാൻ പറയും, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ, ഇനി എനിക്ക് നിത്യത മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ രോഗങ്ങളോ ഈ സാക്ഷ്യം കേൾക്കുന്ന പോലെ ഒന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഒന്ന് കുറവുള്ളത് എൻ്റെ ആത്മീയതയായിരുന്നു. അത് ഞാൻ എന്നും ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് നിലനിർത്തും. അതിനുവേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരും അങ്ങനെ പറഞ്ഞു കൊടുക്കുക,
കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കുക, നിങ്ങളാണ് ഇനി വളരേണ്ടത്. കാരണം നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇനി അനുഭവിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ നമ്മൾ ദൈവത്തെ അറിയാതെ പല കാര്യങ്ങളിലായിട്ട് പോയി. അതുകൊണ്ട് നമുക്ക് ഇനി നിത്യതയെങ്കിലും ജീവിച്ച് നിത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആഗമനം വരെ അച്ഛന്, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അച്ഛന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ജനങ്ങൾ മുഴുവനും വഷളായി മുഴുവൻ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ മാതാവിനെ ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മളെല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. യേശുവിനറിയാം എൻ്റെ ഒരു ഒറ്റ ജനങ്ങൾ പോലും ഇത് നഷ്ടമായി പോകരുത് എന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി അതിനുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്, യേശുവിനും മാതാവിനും വേണ്ടിയിട്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.